പ്രതിഷേധങ്ങൾ കത്തിക്കയറുന്നതിനിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതുപരിപാടികളും ഒഴിവാക്കി, മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സ്വകാര്യ ചടങ്ങുകളും ഒഴിവാക്കി. അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ. പ്രതിഷേധങ്ങൾ തണുക്കുന്ന മുറയ്ക്ക് മണ്ഡലത്തിലേക്ക് മടങ്ങാമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ട്രാൻസ്ജെൻഡർ ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അങ്ങേയറ്റം പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പോലീസ് ബന്ധോസിലാണ് ആ വീട് ഉള്ളത്. വീടിന് മുൻപിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ ഇവിടെയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാമെന്നുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള അതീവ സുരക്ഷയോടുകൂടി തന്നെ പോലീസ് ബന്ധോസിൽ വീട് ഉണ്ട്. വീടിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. യാതൊരുവിധ പ്രതികരണത്തിനും ഇന്ന് രാഹുൽ തയ്യാറായിട്ടില്ല. ഇന്നലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് രാജി പ്രഖ്യാപനം മാത്രം നടത്തി മടങ്ങിയ രാഹുൽ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ പിന്നീട് ഉണ്ടായപ്പോഴൊന്നും ഇന്ന് ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാഹുലിന്റെ വീടിന് മുന്നിൽ മാധ്യമങ്ങളുണ്ട്. പ്രതികരണങ്ങൾ ആരായുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കാനോ ഈ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാനോ വ്യക്തമായ മറുപടികൾ നൽകാനോ ഒന്നും രാഹുൽ തയ്യാറായിട്ടില്ല. ഇന്നലെ പ്രധാനമായും ഉയർന്ന ചോദ്യം ഈ ശബ്ദരേഖ, ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രാഹുലിൻ്റെ എന്ന് കണക്കാക്കുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നു. അത് രാഹുലിൻ്റേത് തന്നെയാണോ എന്ന് കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മറുപടി നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അത് തൻ്റേതാണോ അല്ലയോ എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. കൃത്രിമമായിട്ട് ഇത്തരം ശബ്ദരേഖകൾ ചമയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന രാഹുൽ അത് തൻ്റെ ശബ്ദം തന്നെയാണ് അല്ല എന്ന് പറയാൻ തയ്യാറാകാത്ത സാഹചര്യം. ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. പിന്നീട് രാജി പ്രഖ്യാപനം നടത്തി ഒളിച്ചോടുന്ന രാഹുൽ ഇതിനുശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വീട്ടിൽ തന്നെയുണ്ട്. പ്രതികരണമൊന്നും നടത്താൻ തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ട്രാൻസ്ജെൻഡർ അവന്തികതയുടെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടാകുന്നു. പരാതി ഉണ്ടായിരുന്നു. സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനൊക്കെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൃത്യമായി തന്നെ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകേണ്ടതാണ്. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യവും ഉയർന്നു വരുന്നു. വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനമെമ്പാടും എല്ലാ ഭാഗങ്ങളിലും വിവിധ മറ്റ് സംഘടനകളിൽ നിന്ന്, പ്രതിപക്ഷ മറ്റ് ഭാഗങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനൊന്നും മറുപടി നൽകാതെ ജനപ്രതിനിധിയായി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശമില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ പോലും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അതിന് കൃത്യമായി തന്നെ മറുപടി നൽകാൻ തയ്യാറാകാതിരിക്കുന്ന രാഹുലിനെയാണ് കാണുന്നത്. ഇന്ന് പത്തനംതിട്ടയിൽ രാഹുലിന് പൊതുപരിപാടികൾ ഉള്ളതാണ്, സ്വകാര്യ പരിപാടികൾ ഉള്ളതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ട് വീട്ടിൽ തന്നെ തുടർന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ തണുക്കുമ്പോൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയ ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് സമാനമായി ഇവിടെ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. 4 മണിക്ക് തൃശ്ശൂരിൽ നിന്നും ആ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ പരിപാടി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ ബഹിഷ്കരണം പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ സാമൂഹ്യ ബഹിഷ്കരണം തന്നെ രാഹുൽ നേരിടുന്ന അവസ്ഥയുണ്ട്. രാഹുലിനെ പുറത്ത് കണ്ടാൽ നാട്ടുകാർ കൈവയ്ക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് ആ യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ആ പ്രതിച്ഛായ അങ്ങേയറ്റം മോശമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങളെ പേടിച്ചല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീടിനകത്ത് കയറിയിരിക്കുന്നത്? നീലിമ, അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. സാമൂഹ്യമായിട്ടുള്ള ഒരു അകൽച്ച, സാമൂഹ്യമായി പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ തനിക്ക് നേരെ ഉയരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീടിനുള്ളിൽ മുറിയടച്ച് രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. നീലിമ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ഇന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടി ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നും മാറി നിൽക്കുന്നു. മറ്റു പൊതുപരിപാടികൾ രാവിലെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നതാണ്, സ്വകാര്യ പരിപാടികൾ ഉണ്ടായിരുന്നതാണ്. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന രാഹുൽ കൃത്യമായി തന്നെ സാമൂഹ്യ അകൽച്ച പാലിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ നേരിടാൻ തയ്യാറാകാതെ ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുത്വം കാണിക്കുന്ന കാഴ്ച തന്നെയാണ്, സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒന്നിനും കൃത്യമായി മറുപടി നൽകാനാകാത്ത രാഹുൽ, തനിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്താനാകാത്ത രാഹുൽ, കൃത്യമായി തന്നെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത രാഹുലും സംഘടനയും എല്ലാം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി അതിനെ നേരിടാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുമോ എന്നൊക്കെ
സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നാണംകെട്ട അവസ്ഥയിലേക്ക് പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ അധപതനം ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താനുള്ളത്. എന്തായാലും ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ്, യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. ഇന്നലെ പല കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു രാജി സംബന്ധിച്ച് രാജി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ചില വിശദീകരണങ്ങൾ നടത്താൻ മാത്രം തയ്യാറായി ഒളിച്ചോടിയ രാഹുലിനെയാണ് കണ്ടത്. അതിനുശേഷം തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷം പ്രതികരിക്കാം, ചോദ്യങ്ങൾക്ക് മറുപടി പറയാം എന്ന് പറഞ്ഞ രാഹുൽ താൻ രാജി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. പല ചോദ്യങ്ങൾക്കും ഇന്നലെ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ഗർഭചിത്രം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. വീടിന് പുറത്തിറങ്ങാൻ ഭയമായി തുടങ്ങിയിരിക്കുന്നു നേതാവിന്.